ആദ്യം നമുക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. എത്ര ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്കി വേണം അരിയാൻ. കൂട്ടത്തിൽ അരമുറി തേങ്ങയും ചിരവിയെടുക്കാം. തേങ്ങ ചിരവിയും ഉള്ളി ചെറുതായി അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഇത് കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മിയാൽ മതി, മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കറണ്ടില്ലാത്ത സമയത്തും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മിയെടുക്കുമ്പോഴാണ് ഇതിന് നല്ല രുചി കിട്ടുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും എല്ലാം കൂടെ ഇത് കഴിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ അല്പം വാളംപുളി ചേർക്കാവുന്നതാണ്. എന്നാലും നിങ്ങൾ ആദ്യം പരീക്ഷിക്കുമ്പോൾ വാളംപുളി ഇല്ലാതെ തന്നെ പരീക്ഷിച്ച് നോക്കണം. സമയമില്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. സമയമില്ലാത്ത ദിവസങ്ങളിൽ ഈ ചമ്മന്തി ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. എന്നിരുന്നാലും വറ്റൽമുളക് ചേർത്ത് കടുക് പൊട്ടിക്കുകയാണെങ്കിൽ രുചി ഇരട്ടിയാകും. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 4-5 വറ്റൽമുളക് ചേർക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഒന്നുകൂടി മൂപ്പിക്കാം. ഇതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അധികം വഴറ്റേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുത്. ചമ്മന്തി നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ആവശ്യമുള്ളപ്പോൾ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും തേങ്ങയും ഉണ്ടെങ്കിൽ മിക്സി പോലുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.